ഇതാണ് കേട്ടോ നമ്മുടെ അർജുൻ. അവൻ ഭയങ്കര വികൃതിയാണ് കേട്ടോ. നല്ല വികൃതിയാണ്. പരിചയമില്ലാത്തവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുരച്ചിട്ട് അവൻ കണ്ട് അടുപ്പിക്കില്ല. എന്നാലും അവന് ആരും ഒന്നും ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അവൻ്റെ വർഗത്ത് പെട്ടവരെ കണ്ട ഓടിക്കുക എന്നല്ലാതെ അവൻ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ചീനമുളക്. ഈ ചീനമുളകുമെന്നാണ് എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ചീനമുളകൊക്കെ അറക്കൽ. ഈ ചീനമുളക് ചെടിയുമെന്നാണ്. പിന്നെ കണ്ടോ നമ്മുടെ വാഴ കൊലച്ച് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കൊല തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു വാഴ വെച്ചതാണ്. ഒരു വാഴ വെച്ചിട്ട് ഇപ്പോൾ അതും ഒരു വാഴ വെച്ചാൽ 9 വാഴ ഉണ്ടാവും എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു വാഴ വെച്ചതാണ്. ഇപ്പോൾ ഒരു 3 പന്തി ഞങ്ങൾ കൊല വെട്ടി. ഇതിപ്പോൾ 4ാമത്തെ കൊലയാണ്. പിന്നെ എനിക്ക് 9 വാഴ ഒന്നല്ല കേട്ടോ. അതിലും ഒരു 10-11 വാഴ അധികം ഉണ്ടായി കിടക്കണു. തരക്കേടില്ലാത്ത ഇതിൽ തന്നെയാണ് ഇപ്പോൾ. പിന്നെ അർജുന് കുറച്ച് വികൃതി കൂടുതലാണ്. അവന് പറഞ്ഞാലൊന്നും അനുസരിക്കില്ല ചില സമയത്ത്. ഞാൻ കണ്ടോ അവൻ ഇങ്ങനെ ഇതിന് നിൽക്കുകയാണ്, സംഘത്തിന് നിൽക്കുകയാണ്. അർജുൻ ഭയങ്കര വികൃതിയാനാണ്. അർജുൻ അവനോട് ആരെ കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു? കയറി വീട്ടിൽ. കണ്ടോ അവൻ കൂട്ടിൽ വേഗം കയറി. അവന് പറയാതെ അവനെ കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദേഷ്യപ്പെടും എന്നറിയാം. അപ്പോൾ അവൻ വേഗം കൂട്ടിൽ കയറി. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഞാനിന്ന് ചോറിലേക്ക് ഈ കപ്പയും കറുവത്തുംകായും ചേമ്പും തണ്ടും ഉണ്ണിത്തണ്ടും കൂടിയിട്ടൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉപ്പേരി ഇല്ല, അപ്പം അതിന് പകരം ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കൂട്ടാനിതാ ഒരു കറുവത്തുംകായുടെ കഷ്ണവും 2 പച്ചക്കായും ഒരു കിഴങ്ങും ഒരു വലിയ ഉള്ളിയുടെ കഷ്ണവും ഒക്കെ പാടാണ്. ഇന്നൊരു സാമ്പാറാണ്. ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത് പുതിയാപ്പിളക്കോരയാണ് കേട്ടോ. ഞാനത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല കൂട്ടണം. ഇത് നമ്മുടെ കൊല വെട്ടി വെച്ചത് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത കൊല തന്നെയാണ്. ഇത് ഈ വേനൽക്കാലത്ത് ഉണ്ടായി നിൽക്കുമ്പോൾ ഉണങ്ങി ചുങ്ങിയിട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കൊലയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത് പഴുത്തു തുടങ്ങിയാണ്. ഇനിയിപ്പോൾ അതൊന്ന് കെട്ടി തൂക്കിയിടണം. അപ്പോൾ ഞാൻ നമ്മുടെ മീനിൽ മസാല കൂട്ടുകയാണ്. ഇന്ന് നേരം വൈകി. ഇന്ന് ഇപ്പോൾ ഒരു പ്രഷറും ഷുഗറൊക്കെ നോക്കാൻ സിസ്റ്റർ വന്നിരുന്നു. അപ്പം ഇന്ന് ആകെ നേരം വൈകിയാണ്. അപ്പോൾ ഇത് മസാല കൂട്ടിയിട്ട് അടുത്ത പണി നോക്കണം. ഇന്ന് വല്ലാണ്ട് നേരം വൈകി പോയി. ഞാൻ പിന്നെ ഇതൊക്കെ വിറകടുപ്പുമ്മലാണ് ചെയ്യണത്. അതുകൊണ്ട് കുറച്ച് താമസമുണ്ട്. അടുപ്പത്ത് ഇതാ ഇപ്പോൾ പരിപ്പ് വേവണുണ്ട്. അപ്പോൾ ഇതൊക്കെ മസാല കൂട്ടി വെച്ചിട്ട് ഇനി അടുത്ത ഈ തണ്ടും കിഴങ്ങൊക്കെ മുറിച്ച് കറിക്ക് ശരിയാക്കട്ടെ. പിന്നെ ഇപ്പോൾ ഇതാ ചീനമുളക് വേപ്പിൻ്റെ ഇലയൊക്കെയാണ് ഞാൻ കൂട്ടുകറിയിലേക്ക് ശരിയാക്കി വെച്ചിറക്കണത്. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്. ഈ ചീനമുളകൊക്കെ നമ്മുടെ ചീനമുളക് മരത്തുമെന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ കറുവത്തുംകായും കിഴങ്ങും കപ്പക്കിഴങ്ങും ചേമ്പും തണ്ടും മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അടുപ്പത്ത് ഞാൻ ഉണ്ണിത്തണ്ട് വെച്ചിട്ടുണ്ട്. അത് ഉണ്ണിത്തണ്ടൊന്ന് നല്ലോണം വെന്തതിൻ്റെ ശേഷം പിന്നെ കറുവത്തുംകായും കപ്പക്കിഴങ്ങും ചേമ്പും തണ്ടും ഇട്ടിട്ട് കറി സെറ്റാക്കണം. പിന്നെ ഇവിടേക്ക് കൂട്ടുകറി എന്നാണ് കേട്ടോ, ഇവിടേക്ക് പടുകൂട്ടാന്നാണ് കേട്ടോ പറയുക. കൂട്ടുകറി എന്നും പറയും. പിന്നെ ഇന്ന് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയില്ല. ഇന്ന് സിസ്റ്ററൊക്കെ വന്ന് അപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ ഒന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഒന്ന് വെക്കുന്നത്. പിന്നെ നമ്മുടെ അർജുനെ നേരത്തെ ചീത്ത പറഞ്ഞല്ലോ. അപ്പോൾ അവൻ വിളിച്ചാലൊന്നും മിണ്ടണില്ല കേട്ടോ. അല്ലെങ്കിൽ അർജുൻ കുട്ടാ വിളിച്ച ഒന്ന് മോളും. അപ്പോൾ ഞാൻ അവൻ്റെ കൂട് കുറച്ച് നേരം തുറന്ന് വെച്ചത് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് അവൻ ഇരുന്നോട്ടെ ചിട്ടാണ്. അപ്പോൾ ഞാൻ പറയാതെ അവന് പുറത്തിറങ്ങിയാൽ എൻ്റെ അടുത്ത് ചീത്ത കേൾക്കും എന്നറിയാം. അപ്പോൾ അവനിപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. പിന്നെ ഇന്നിപ്പോൾ പീടികയിൽ പോവാതിരുന്ന സോപ്പില്ലെങ്കിൽ ഞാൻ പീടികയിൽ പോകും കേട്ടോ. കുളിക്കാൻ സോപ്പില്ലെങ്കിൽ ഇപ്പം എന്തെന്നെ ആയാലും ഞാൻ പീടികയിൽ പോകും. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങും. ഇവിടെ പിന്നെ 2 മാസമായിട്ട് ഞങ്ങൾക്ക് വേണ്ട സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകൊണ്ട് ഇപ്പോൾ പീടികയിൽ പോയില്ല എന്നുള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ കറിയൊക്കെ ശരിയാക്കിയിട്ട് വരണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ ശരിയാവട്ടെ.
അപ്പോൾ ഇതാ ചേമ്പുന്തണ്ടും കറുവത്തുംകായും കപ്പക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീനമുളകും ഉപ്പും കറിവേപ്പിലും ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടൊക്കെ ഇനി സെറ്റാക്കിയിട്ട് വരാട്ടോ. കുറച്ച് പണിയുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കൂട്ടുകറി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, മീൻ വറുത്തതുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കൈയൊന്ന് ഈ കമ്മൂസ്റ്റ് പച്ചയുടെ ഇല കൊണ്ട് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. കമ്മൂസ്റ്റ് പച്ചയുടെ ഇല കൊണ്ട് കൈ കഴുകണത് എന്താണെന്ന് വെച്ചാൽ ഏത് നമ്മൾ മത്തി ആയാലും ഏത് മണമുള്ള മീനായാലും കമ്മൂസ്റ്റ് പച്ചയുടെ ഇല കൊണ്ട് കഴുകി വൃത്തിയാക്കിയാൽ നമ്മുടെ കൈയിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ അത് നല്ലൊരു തന്നെയാണ്. പിന്നെ ഇതാ നമ്മുടെ കൂട്ടുകറി ഇതാ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചിട്ട് വേപ്പിൻ്റെ ഇലയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് നല്ല എണ്ണയിൽ നല്ല മൂപ്പിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടാൻ. ഇടയ്ക്കൊക്കെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഇതാ സാമ്പാറുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതും ചീനമുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ. ഈ കപ്പക്കിഴങ്ങ് എന്ന് പറയില്ലേ, എന്താ കപ്പക്കിഴങ്ങ് എന്നും പറയും, പൂളക്കിഴങ്ങ് എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, പലതും പറയും അല്ലേ. എന്തായാലും അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചീനമുളക് ഞാൻ വലിയ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി അരച്ചിറക്കണേ. എന്താ വെച്ചാൽ ചീനമുളകിന് ഒരു നല്ലൊരു നീറലുണ്ട്. അപ്പോൾ ആ നീറലിനെ ശമിപ്പിക്കാൻ ഈ വലിയ ഉള്ളിക്ക് കഴിയും. വലിയ ഉള്ളിക്ക് ഒരു മധുരമാണല്ലോ, അപ്പോൾ ഈ വലിയ ഉള്ളിക്ക് കഴിയും. അപ്പോൾ ഞാൻ ഈ ചീനമുളകും വലിയ ഉള്ളി ചമ്മന്തി അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഭക്ഷണം ഇന്നത്തെ ഇതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.